ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്തെല്ലാം വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മളെ വീഡിയോ ഫ്രീസറിലെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം വെക്കാൻ പറ്റുന്ന ആ സ്നാക്സിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ അതിൻ്റെ റെസിപ്പീസ് എല്ലാം ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കനായിട്ട് എടുത്ത് വെച്ചിന് കേട്ടോ. ചിക്കനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ മസാലപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഈ ഒരു റെസിപ്പിക്ക് ഇതന്നെ മതി. ഇതന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിപ്പം ഞാൻ ഏകദേശം ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിന് കേട്ടോ. അതിന് ശേഷമാണ് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാ പാൻ വെച്ചിന് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം അത്യാവശ്യം വലിയ പീസായതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൽ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിന് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓയിൽ തന്നെ ചെയ്യട്ടെ, എന്നാലാണ് കുറച്ച് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ ചെയ്യാൻ വേണ്ടി പറ്റൂല, ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും കേട്ടോ നല്ലോണം. ഇതിലേക്ക് നീളത്തിലായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം നല്ലോണം തിന്നായിട്ട് വേണം കേട്ടോ കട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകും കൂടി ഇതിലിട്ട് കൊടുത്തിന് കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് ഈ ഒരു മസാല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ക്യാപ്സിക്കും ക്യാരറ്റെല്ലാം ചെറുങ്ങനൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ അളവിലും റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ അളവിലും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിന്. എല്ലാം കൂടി നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ടില്ലേനാ ചിക്കന്, അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിന് കേട്ടോ. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതാ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയായി. അപ്പോൾ സ്പ്രിംഗ് റോൾ ഷീറ്റ് ചെയ്യാൻ നേരത്തെ 2 മണിക്കൂർ മുന്നേ ഫ്രീസറിന് പുറത്തെടുത്ത് വെച്ചിന് കേട്ടോ. ഇത് നമ്മൾ ആക്കാൻ പോകുന്ന ആ ഒരു ടൈമിന് പുറത്തെടുത്ത് വെക്കാൻ പറ്റൂല. ഒരു 2-3 മണിക്കൂർ മുന്നേ ഫ്രീസറിന് പുറത്തെടുത്ത് വെക്കണം. എന്നാൽ അതിൻ്റെ തണുപ്പെല്ലാം പോയി നല്ലതിലേക്ക് ആ ഷീറ്റ് എടുക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 40 ഷീറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഫുൾ നമുക്ക് വേണ്ട, ഇതിൻ്റെ പകുതി മാത്രമേ വേണ്ടൂ. ഇനി ഇതാ നല്ലോണം തണുത്ത് കഴിഞ്ഞാലാണ് ഇതുപോലെ നല്ല സിമ്പിളായിട്ട് ഈ ഷീറ്റിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടോ. ഐസോട് കൂടിയിട്ടൊന്നും കഴിയില്ല, പിന്നെ ഷീറ്റ് പൊട്ടിപ്പോലും ചെയ്യും, പിന്നെ നമുക്ക് വേസ്റ്റായി പോയാൽ കേട്ടോ ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇതിൽ നിന്നൊരു ഷീറ്റ് എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതാ ഞാനിപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ഇതാ മസാല വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും മടക്കി എടുത്തിട്ട് ഇങ്ങനെ റോൾ നമ്മൾ ചിക്കൻ റോളെല്ലാം ഉരുട്ടി എടുക്കുന്നില്ലേ, ആ ഒരു ഷേപ്പാക്കി എടുത്ത് മാറ്റാം. ലാസ്റ്റ് മൈദേൻ്റെ ആ ഒരു മിക്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്കിപ്പം പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി തരുന്നതിനേക്കാളും നല്ലത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എന്നിട്ടാ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാം. ഇപ്പോൾ ഇതാ സെൻട്രലായിട്ട് ആ മസാല വെച്ച് കൊടുത്തിന്. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും മടക്കി എടുത്തിട്ട് ലാസ്റ്റ് ആ കോണ് പോലെ ആയിട്ട് വരും ആ ഒരു സൈഡ്. ലാസ്റ്റ് ആ ഒരു സൈഡിൽ മൈദപ്പൊടിൻ്റെ ആ ഒരു മിക്സ് ആക്കി വെച്ചിട്ട് നമ്മൾ സമൂസ ഷീറ്റിനെല്ലാം ഒട്ടിക്കാൻ വേണ്ടി എടുക്കൂലേ, അത് തന്നെയാണ് കേട്ടോ എടുത്തിന്. അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ട ഇതുപോലെ റോളിൻ്റെ ആ ഒരു ഷേപ്പാക്കി എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിപ്പം സ്പ്രിംഗ് റോളിൻ്റെ ആ ഉള്ളിലത്തെ ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിങ് ചിക്കൻ ഇട്ടിട്ടാണ് ആക്കിയതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസിൽ മാത്രമായിട്ടും അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഇതിനപ്പുറം എക്സ്ട്രാ ചീസെല്ലാം വെക്കെല്ലാം ചെയ്യും. നിങ്ങൾക്ക് അതെല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ ആ മസാല നമ്മൾ വെച്ചിട്ടില്ലേനാ, ആ ഒരു സമയത്ത് മൊസറല്ല ചീസ് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ.
ഗ്രേറ്റ് ചെയ്തിട്ട് അതങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതാ എല്ലാ സ്പ്രിംഗ് റോളും റെഡിയാക്കി എടുത്തേ. ഇതിപ്പം ഏകദേശം എനിക്ക് 24 എന്നിട്ടാണ് കിട്ടിയതിന്. അപ്പോൾ ഇതതിന് ബോക്സിൽ മാറ്റി വെക്കുന്നുണ്ട്. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന ആ ഒരു ബോക്സിൽ നനവോ കാര്യമൊന്നും ഉണ്ടാവാൻ വേണ്ടി പറ്റൂല കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഫസ്റ്റ് കുറച്ച് സ്പ്രിംഗ് റോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലിലായിട്ട് ക്ലിൻ റാപ്പ് വെച്ചിട്ടൊന്ന് ഇതിൻ്റെ മേലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെക്കണോ നിർബന്ധമൊന്നുമില്ല, പക്ഷേങ്കിൽ നമുക്ക് ഫ്രീസറിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കലുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടുകയും ചെയ്യും, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂലല്ലോ, പെട്ടെന്ന് എടുക്കാനെല്ലാം പറ്റും. അപ്പോൾ ഇതാ അതിൻ്റെ മേലിലും ബാക്കിയുള്ള സ്പ്രിംഗ് റോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ ഇതിൻ്റെ മേലിലായിട്ടും ക്ലിൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ എയറൊന്നും ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം ഇത് ടൈറ്റായിട്ട് നമ്മൾ കവറാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ആവി തട്ടി പിന്നെ ഇതിൽ വെള്ളമെല്ലാം നമ്മൾ ഷീറ്റിൻ്റെ മേലാകും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഷീറ്റ് പെട്ടെന്ന് മോശമായി പോകും. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ അത് നമുക്ക് ഫ്രീസറിൽ മാറ്റണം. ഇനിയിപ്പം ബാക്കി വന്ന ആ ഷീറ്റില്ലേനാ, എന്നോട് കുറേ പേര് ചോദിക്കുന്നതാണ് ബാക്കി വന്ന സമൂസ ഷീറ്റും സ്പ്രിംഗ് റോൾ ഷീറ്റെല്ലാം എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ. അത് നമ്മൾ ആ സ്പ്രിംഗ് റോളിൻ്റെ ആ ഷീറ്റിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കവർ ഇട്ടിട്ട് മൊത്തത്തിലായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കും. അതിൻ്റെ ഉള്ളിൽ എയറൊന്നും കിടക്കാൻ വേണ്ടി പറ്റൂല. കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഷീറ്റ് മോശമായി പോകും, പൊട്ടിപ്പോലും ചെയ്യും. റോൾ ചെയ്തെടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് എയറൊന്നും കിടക്കാണ്ട് നല്ലോണം റാപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി. താഴെ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബാക്കി വന്ന സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റും പിന്നെ ആ ബോക്സെല്ലാം നമ്മൾ ഫ്രീസറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോന്ന ഇംലീൻ്റെലും ഒരു സോസാണ് ഇട്ടിത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നോമ്പിനെല്ലാം അധികം ഉണ്ടാക്കുന്ന സോസാണ് ഇട്ടിട്ട്. പിന്നെ നമ്മളിപ്പം ഉണ്ടാക്കിയ ആ സ്പ്രിംഗ് റോളില്ലേ, അതിൻ്റെ ഒക്കെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. സമൂസൻ്റെ ഒന്നിച്ച് അതിൻ്റെ പേരെല്ലാം അടിപൊളി ടേസ്റ്റാണ് ഇട്ടിത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഉരുള പോലെ ആയിട്ട്, അതായത് ഈ ഒരു സൈസ് ഈ ഒരു അളവിൽ പുളി എടുത്തിന്, പിന്നെ ഇതാ 2 വെല്ലം എടുത്തിന്, പിന്നെ ഏകദേശം ഒരു 10-12 എണ്ണം ഈത്തപ്പഴം എടുത്തിന് കേട്ടോ. എല്ലാം സെയിം അളവിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ പുളി നല്ലോണം കഴുകിയിട്ടാണ് കേട്ടോ ഇട്ടുകൊടുത്തിന്. ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഈ പുളിയും വെല്ലവും പിന്നെ ഈത്തപ്പഴലും നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈത്തപ്പഴത്തിൻ്റെയും പുളീൻ്റെ ഒന്നും കുരു കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഏകദേശം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാം കേട്ടോ. നല്ലോണം സോഫ്റ്റായി എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. പുളി കുറച്ചും കൂടി നല്ലോണം ഉടഞ്ഞ് കിട്ടാനുണ്ട്. അതുകൊണ്ട് വെള്ളം വറ്റിയോണ്ട് എക്സ്ട്രാ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യൂമിൻ പൗഡറില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുങ്ങനെ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് നല്ലോണം തണുത്തതിൻ്റെ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. കാര്യം ഈത്തപ്പഴത്തിൻ്റെ കുരുവൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പുളീൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടില്ലല്ലോ. അപ്പം നല്ലോണം അരച്ചെടുക്കാൻ പറ്റൂല. നിർത്തിയിട്ട് നിങ്ങൾ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ. കാര്യം നമ്മളിത് വേവിച്ചെടുത്തല്ലേ, നല്ല സോഫ്റ്റായി കിട്ടിയതല്ലേ, അങ്ങനെ പെട്ടെന്ന് അരഞ്ഞ് വന്നോളും. ഇപ്പം ഇതാ നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഇതിൻ്റെ വേസ്റ്റാണ്. ഈ വേസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ട, ഇനി ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക.
അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരത്തിൻ്റെയോ അല്ലെങ്കിൽ ഉപ്പിൻ്റെ എല്ലാം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി, വെല്ലെണ്ണ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ആ സോസില്ലേ, ആ സോസിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഈ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ടേസ്റ്റാണിത്. ഈ മധുരവും പുളിയെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. സമൂസൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ ഞാനൊരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ബോട്ടിൽ മാറ്റുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊന്നും പറ്റൂല കേട്ടോ, നല്ലോണം ഡ്രൈ ആയിരിക്കണം ബോട്ടിൽ. ഇത് ഏകദേശം 2 ആഴ്ച വരെയെല്ലാം കേടില്ലാണ്ട് നിൽക്കും കേട്ടോ. 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുമെന്ന് അറിയില്ല, 2 ആഴ്ച വരെ കേടില്ലാണ്ട് നിൽക്കും, അത് ഉറപ്പാണ്. ഇപ്പോൾ ഇതാ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഫ്രീസറിലല്ല, താഴെ തന്നെ വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനിയിപ്പം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടില്ലേനാ സ്പ്രിംഗ് റോള്, അതൊന്ന് പൊരിച്ചെടുക്കലാന്ന് കേട്ടോ. കുറച്ച് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കുക. കാര്യം ഉള്ളിൽ നമ്മൾ ഓൾറെഡി വേവിച്ച മസാല തന്നെയല്ലേ, അതുകൊണ്ട് റോൾ ഷീറ്റാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടുന്നതുമാണ്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതാ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതാ സ്പ്രിംഗ് റോൾ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഇംലി സോസിൻ്റെനാ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഒക്കെ കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സോസെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉണ്ടല്ല, ഈ സ്പ്രിംഗ് റോൾ എപ്പം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അടുത്തത് നമുക്ക് ചിക്കൻ റോളാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇതിലേക്ക് ഇതാ ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഉള്ളി നല്ലോണം വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടി 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിന്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിലും. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുത്തതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് നമ്മൾ സാധാ ചിക്കൻ പൊരിച്ചെടുക്കുന്നില്ലേ, അതുപോലെ പൊരിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. ഇതിപ്പം സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ചിക്കന് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും മിക്സാക്കി എടുക്കുക. അപ്പം ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ റോളിന് വേണ്ടിയിട്ടുള്ള ദോശമാവ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിന്. അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ആ സെയിം എടുത്ത ആ ഒരു കപ്പില്ലേ, ആ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിന്, ആ ഒരു അളവിൽ തന്നെ. പിന്നെ ഇതാ 1 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് സ്പൂണ് വെച്ചിട്ട് മൊത്തത്തിലായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് താഴിലിങ്ങനെ അടിഞ്ഞു കൂടില്ല, കട്ട പോലെ ആയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് ഈ ഒരു ബാറ്ററാക്കി എടുക്കുക കേട്ടോ. നല്ലോണം കട്ടിയും പറ്റൂല, നല്ലോണം നേർങ്ങനെയും പറ്റൂല, ഒരു ഇതുപോലെ ദോശമാവിൻ്റെ എല്ലാം ബാറ്ററാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പം നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അപ്പം അതിന് മുന്നേ പാൻ വെച്ച് കൊടുത്തിട്ടാ. പാൻ ഇതാ അടന്ന് ചൂടാകുന്നുണ്ട്. അപ്പം ഇതാ റസ്ക് പൗഡറാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൊട്ടിപ്പൊടിയും എടുക്കുക. ഇതിപ്പം ഞാൻ റസ്ക്കാണ് എടുത്തത്.
അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പാൻ വെച്ച് കൊടുത്തിട്ടില്ലേനാ, പാൻ ഇതാ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നല്ലോണം കുറക്കുക കേട്ടോ, ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ദോശയിലും നമ്മൾ ദോശക്കല്ലാക്കുന്ന പോലെ നല്ലോണം നേർങ്ങനെ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടിങ്ങിലാക്കി കഴിഞ്ഞാൽ നമ്മൾ റോളാക്കി എടുക്കൂലേ, അതിന് ശേഷം മാവ് ഇങ്ങനെ പൊട്ടിപ്പോലും ചെയ്യും. റോളാക്കി എടുത്തതിന് ശേഷം റോള് പൊട്ടിപ്പോലും ചെയ്യും. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നല്ലോണം നേർങ്ങനെ വേണം ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതാ റോളാക്കി എടുക്കുക. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. പിന്നൊരു കാര്യം, ദോശ നല്ലോണം കുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ, ഒരു സൈഡ് മാത്രം കുക്കായാൽ മതി. കണ്ട ഇതുപോലെ ആക്കിയെടുക്കുക. ഒട്ടുന്നെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നൊരു കാര്യം, നമ്മൾ ദോശ പിന്നെയും ഇതുപോലെ ഈ പാനിൽ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. അങ്ങനെ ആകുമ്പം ദോശ നന്നായിട്ട് വരില്ല. അതുകൊണ്ട് നമ്മൾ ദോശൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുത്താലും മതി കേട്ടോ. പിന്നെ ദോശന് രണ്ട് സൈഡും നല്ലോണം കുക്കാക്കി എടുക്കേണ്ട, ഒരു സൈഡ് മാത്രം നല്ലോണം ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ ലാസ്റ്റത്തെ റോളാണിത് ഞാനിപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. മസാല വെച്ച് കൊടുത്തിന്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഞാനിപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് ഈ വീഡിയോയിൽ കാണുന്നതാണ് കേട്ടോ. പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പം ഭയങ്കര എന്താ പറയുക ടാസ്ക്കായിട്ടെല്ലാം തോന്നും. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 35 റോളാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഫുള്ള് മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ സൈസായിട്ടുള്ള റോൾ ഉണ്ടാക്കിയെടുക്കുക, ഇതിലും വലുത് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പം ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് മുട്ടൻ്റെ മിക്സിൽ മുക്കിയെടുത്തിട്ട് റസ്കിൻ്റെ ആ ഒരു പൗഡറിൽ മൊത്തത്തിലായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. മുട്ടൻ്റെ മിക്സിൽ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടൊന്നുമില്ല, കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ബീറ്റാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിന്. ഇനി ഇതാ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ മുട്ട മുക്കിയ ആ കൈ വെച്ചിട്ട് തന്നെ ഈ റസ്ക് പൊടിയിൽ ഇങ്ങനെ കോട്ടാക്കി എടുക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ചെയ്താൽ ഈ പൗഡർ പെട്ടെന്ന് മോശമായി പോകും. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമുക്ക് ഫ്രീസറിൽ ഏകദേശം 2 ആഴ്ച വരെയെല്ലാം സ്റ്റോർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കണം, താഴെയല്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റംസാൻ്റെ ഈ ഒരു ടൈമിന് ഇതുപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കലൊന്നുമില്ല കേട്ടോ, സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ട്. ഇതിപ്പം നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തിന്. സാധാരണ നമ്മൾ എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെയാണ് സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കൽ. ഇങ്ങനെ ആ ഫ്രീസറിൽ സ്റ്റോറാക്കി വെക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല കേട്ടോ. പിന്നെ സ്റ്റോറാക്കി വെക്കും ഈ സോസെല്ലാം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഇംലി സോസ് അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. സ്നാക്സ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് റംസാൻ്റെ ടൈം സ്റ്റോറാക്കി വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ആയിട്ട് വന്നേ. അപ്പോൾ ഇതാ എല്ലാ റോളും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ റോളും ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 35 എണ്ണമാണ് കേട്ടോ നമുക്ക് കിട്ടിയതിന്. ഇതും ഒരു ബോക്സ് എടുത്തിന്. ഈ ബോക്സിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ, നല്ലോണം തുടച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ എല്ലാ റോളും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഈ ബോക്സിലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മേലിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേനാ ക്ലീൻ റാപ്പ് വെച്ചിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കുമ്പോൾ എന്തായാലും നല്ലോണം കട്ട പോലെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് രണ്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലീൻ റാപ്പ് വെക്കുന്നത്. ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഇതിൽ രണ്ട് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചിക്കൻ റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്രീസറിൽ മാറ്റുന്നുണ്ട്. നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് പൊരിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ ഫ്രീസറിന് പുറത്തെടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് ഇളക്കി കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഇതാ എല്ലാവരും ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്നെല്ലാം വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. പിന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറ്റുന്ന സ്നാക്സ് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല കല്ലുമ്മക്കായ്, പിന്നെ കായട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ എല്ലാം റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കല്ലുമ്മക്കായൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ അപ്ലോഡ് ആക്കിയേ. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടി ഫോളോ ആക്കുക. ഐ ഡിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വ്ളോഗായിട്ട് കാണാം. താങ്ക് യു. ബൈ.